അപ്പോളേ എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എന്തിനാ മുകളിലേക്ക് കയറിപ്പോയി അതേപോലെ തന്നെ താഴേക്ക് വരുന്നത് നിങ്ങൾ ചിന്തിക്കണം ഒന്നുമില്ല, ഇങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ നിങ്ങളെന്ന് കാണിക്കാൻ വെച്ചു ക്യാമറ ഓണാക്കി വെച്ച് മുകളിലേക്ക് പോയി ഇറങ്ങി വരുന്ന എടുക്കണമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ തിരക്ക് പിടിച്ച് എന്തിനാണ് ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് റെഡിയാക്കുന്നത് വെച്ചാൽ ഇതൊക്കെ വെള്ളം ഏറിയപ്പോൾ നമ്മൾ മുകളിൽ കൊണ്ടുപോയി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ നിത്തിട്ടനും കൂടി ഒക്കെ പാടെ താഴത്ത് കൊണ്ടുപോയി വെച്ചപ്പോൾ അവൻ്റെ ബാഗൊക്കെ ഒന്ന് ഒതുക്കി വെച്ചാണ്. അപ്പം ഞാനിപ്പോൾ ഇന്ന് രാവിലെ തന്നെ സ്ഥലം വരെ പോവാണ്. എങ്ങോട്ടാണെന്നുള്ളത് ഞാൻ പറയണില്ല കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് തോന്നുന്നത് എവിടേക്കാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ ഇത് അനീഷറിന് ഞാൻ ഇട്ട് കണ്ടപ്പം, അല്ലെങ്കിൽ അങ്ങനെ ഡ്രസ്സൊന്ന് ഇട്ട് രസം അങ്ങനെ പറയലില്ല, ഇത് നല്ല രസമുണ്ട് പറഞ്ഞ ഡ്രസ്സാട്ടോ. അപ്പോൾ അത് ആ കുട എടുക്കാതെ ഇപ്പോൾ എങ്ങോട്ടും പോകാൻ വയ്യല്ലോ. മക്കോടെ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അടുക്കളയൊക്കെ സെറ്റാക്കി പണികളൊക്കെ പെട്ടെന്ന് ഒതുക്കി വെച്ച് ഭക്ഷണം ഉച്ചത്തേക്കുള്ള ഒന്നും ഉണ്ടാക്കിയില്ല. രാവിലത്തെ ചായയൊക്കെ കുടിച്ച് അടിച്ചേരി തുടയ്ക്കലും തിരുമ്പലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിച്ചൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എവിടെ പോവുകയാണെങ്കിലും ക്ലീൻ ആക്കിയിട്ട് പോകണം കേട്ടോ, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഒക്കെ എനിക്ക് ഈ ഗ്യാസ് പൂട്ടിയോ എന്നുള്ള ഡൗട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുണ്ട്. വാലടച്ചോ എന്നുള്ളത് ഇങ്ങനെ അടച്ചാലും ഇങ്ങനെ അങ്ങനെ ഒരു സംശയമുള്ള കൂട്ടത്തില്ല. അപ്പോൾ അനിഷേട്ടൻ മണിക്കാൻ നിൽക്കുന്നു. അപ്പോൾ അനിഷേട്ടനോട് ഞങ്ങളൊന്ന് കടവത്ത് ഇറക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. ബസ് വീട്ടിൻ്റെ മുന്നിൽ നിന്ന് കയറുന്നാലും നീത്തോട്ടൻ്റെ ബൈക്കുമ്പോൾ പോകണം പറഞ്ഞപ്പോൾ അങ്ങനെ ഇറക്കിയിട്ടാരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കടവത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് അനീഷേട്ട വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ് അപ്പുറത്ത് കണ്ടിട്ടുള്ള കട. അപ്പോൾ ഞങ്ങൾ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബാക്കിൽ കണ്ട നമ്മളെ പുഴ ഒഴുകണം, നമ്മളെ വീടിൻ്റെ പുറകിലൂടെ പോകുന്ന പുഴയാണ്. അങ്ങനെ ഞാൻ നീത്തും ബനാറസ് ബസ്സിൽ കയറിയിരുന്നു കേട്ടോ. കുറേ ദിവസമായി ബസ്സിൽ കയറിയിട്ട് എന്താ വെച്ചാൽ ഇപ്പോൾ അങ്ങനെ അങ്ങോട്ടും അങ്ങനെ പോവലൊന്നുമില്ല. അപ്പോൾ എനിക്ക് രാവിലത്തെ ചായ ശരിക്കും കുടിക്കാത്തതുകൊണ്ടൊക്കെ ഛർദ്ദിക്കാൻ മറക്കലെല്ലതും കൂടിയായി. പിന്നെ ഞങ്ങൾ എടവണ്ണപ്പാറയാണ് കേട്ടോ. എടവണ്ണപ്പാറ ഇറങ്ങി ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോവാണ്. കുറച്ച് ചിക്കൻ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എങ്ങോട്ടാണ് പോകണത്. ചിക്കനൊക്കെ വാങ്ങിയിട്ട് ഞാൻ എങ്ങോട്ടേക്കും പോകുന്നത് നിങ്ങളതാവും ചിന്തിക്കുന്നുണ്ടാവില്ല. അപ്പോൾ വഴിയെ കാണർക്ക് ചിലർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും എങ്ങോട്ടാണ് പോകണമെന്നില്ല. അപ്പോൾ ഒരിത്തിരി ചിക്കൻ വാങ്ങിയിട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട്. സത്യത്തിൽ ഞാൻ മത്തി വാങ്ങാനായിട്ട് മാർക്കറ്റിൽ കയറിയത്. എന്താ വെച്ചാലും മത്തി എനിക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ മത്തി വാങ്ങാൻ വിചാരിച്ചു. അപ്പം നിത്തുവിന് നിർബന്ധം ചിക്കൻ തന്നെ വാങ്ങണമെന്ന്. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞാലല്ലേ ഞാൻ അവിടെ നിന്ന് ആകെ വഷളാക്കും ചിക്കൻ വാങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് വാങ്ങാൻ വെച്ചിട്ട് ചിക്കനാണ് വാങ്ങിയത്. പിന്നെ വേറെ എന്തെങ്കിലും ഒന്നാക്കി ചിക്കൻ വാങ്ങിയോണ്ട് ഇത്തിരി പൂള എന്തെങ്കിലും വാങ്ങാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിത്തൂട്ടനാണ് ഈ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്. അപ്പോൾ പൂള അവിടെ ഉണ്ട്. അപ്പോൾ നല്ല പൊടിയുള്ള പൂളയുണ്ട്, അല്ലാത്ത പൂളയുണ്ട്. അപ്പോൾ ഞാൻ പൊടിയുള്ള പൂളയെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ എടവണ്ണപ്പാറയിൽ ഓട്ടോറിക്ഷ വിളിച്ചു. ഞങ്ങൾ ശരിക്കും ബസ്സിൽ പോകാൻ വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് ചെറിയൊരു തലർക്കും രാവിലെ ചായ കുടിക്കാതെ ഇറങ്ങേണ്ട ഒരു ക്ഷീണവും ഛർദ്ദിക്കാൻ മറക്കലും എന്തൊക്കെയോ ഒരു അസ്വസ്ഥത ഉള്ളതുകൊണ്ട് ഞാൻ ഓട്ടോ വിളിച്ചത്. അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. എന്തായാലും ഓട്ടോ വിളിച്ചാൽ നന്നായി തോന്നിയിട്ട്. കാരണം എന്താ വെച്ചാൽ മഴ നല്ലോണം പെയ്യണം. അപ്പോൾ ഇവനെയും കൊണ്ട് ഒരു കുടയിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആകെ പ്രശ്നവും. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന സ്ഥലത്ത് എത്തിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം നല്ല മഴ ദിവസം തന്നെയുണ്ട്, നല്ല മഴയാണ് ഇവിടെയൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എവിടേക്കാണ് ഞാൻ പോകുന്നതെന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ബാക്കി വീഡിയോ വഴിയേ വരുന്നതാണ് എല്ലാവരും കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്